നന്ദഗോപാൽ കൂടി എന്നോടൊപ്പം. നന്ദഗോപാൽ, ഈ ഇയാളുടെ ഒരു ക്യാരക്ടർ എന്താണ്? ഈ കേസിന്റെ ഒരു വഴി എന്താണ്? അത് വിശദമായി പറയാമോ? കേരളത്തെ തന്നെ നടുക്കിയ ഒരു ഇരട്ട കൊലപാതകമായിരുന്നു നെന്മാറയിലെ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ്. ഇതിന്റെ ഒരു നാൾവഴി എന്ന് പറയുന്നത് 2019 സജിത എന്ന് പറയുന്ന സ്ത്രീയെ ആദ്യം ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പട്ടാപ്പകൽ തന്നെയായിരുന്നു സജിതയെ ഇങ്ങനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം പിടിയിലായ ചെന്താമര ജാമ്യത്തിലിറങ്ങി. പിന്നീട് ജാമ്യം വ്യവസ്ഥകളൊക്കെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട്, അതായത് ഈ പോത്തുണ്ടി മേഖലയിലേക്ക് ഒരു കാരണവശാലും കടക്കരുത് എന്നുള്ളതായിരുന്നു ചെന്താമരയ്ക്ക് നൽകിയിരിക്കുന്ന വ്യവസ്ഥ. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് വീണ്ടും ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് ചെന്താമര തന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും പിന്നീട് ഈ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ പോലീസ് കാര്യമായ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 2027 ജനുവരി 27 ഭർത്താവായ സജിതയുടെ ഭർത്താവായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പട്ടാപ്പകലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. തൊട്ടടുത്ത അയൽവാസികളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത് എന്നുള്ളത് ചെന്താമര എന്ന് പറയുന്ന കൊടും കുറ്റവാളി എത്രത്തോളം ഭീകരാവസ്ഥ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയതോടുകൂടിയാണ് വലിയ രീതിയിലേക്ക് ഈ ഒരു ചർച്ച, ഈ ചെന്താമരയുടെ കൊലപാതകം ചർച്ചയായത്. അതായത് ചെന്താമരയുടെ ഒരു പ്രത്യേക രീതി ഉൾപ്പെടെ പുറത്തു വരികയായിരുന്നു. ഇയാൾ ഒളിവിൽ പോയി അവിടെ മലനിരകളിൽ താമസിക്കുന്നു. പിന്നീട് പോലീസ് ഉൾപ്പെടെ രാവും പകലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തിയത്. മലകളിലും കാടിലും ഉൾപ്പെടെ പോലീസും നാട്ടുകാരും നിരന്തരം തിരച്ചിൽ നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ആ സമയത്തൊക്കെ ആ ഭാഗത്ത്, അതായത് പോത്തുണ്ടി ഭാഗത്തുള്ള ആളുകളൊക്കെ വീടിന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ കഴിഞ്ഞ ഒരു സമയം കൂടിയായിരുന്നു. അതായത് ഇയാളുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു പക്ഷേ നാട്ടുകാരോടൊക്കെ വൈരാഗ്യം വെച്ചു പുലർത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തന്നെ മുന്നിൽ കിട്ടിയാൽ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന ഭയപ്പാടോടി കൂടിയായിരുന്നു ഈ പോത്തുണ്ടിയിലെ ആളുകളൊക്കെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ വന്നു കഴിഞ്ഞാൽ തങ്ങളെയും കൊലപ്പെടുത്തുമെന്നുള്ളതായിരുന്നു ഇവരുടെ ഭീതി. അങ്ങനെ പലരും വീട് വിട്ടുപോലും പുറത്തു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു ചെന്താമര പിടിയിലാകുന്നത് വരെ. അങ്ങനെ ഒരു രാത്രിയിലാണ് പിന്നീട്, അതായത് ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞാണ് ചെന്താമര പിടിയിലാകുന്നത്. അതുപോലും ചെന്താമര വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ എവിടെയാണെങ്കിലും വീടിന്റെ ഭാഗത്തേക്ക് വരുമെന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയത്. അങ്ങനെ വന്നപ്പോഴാണ് ചെന്താമരയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചെന്താമര അപ്പോഴും പിടിയിലായതിനു ശേഷവും ഈ ഭീഷണി മുഴക്കുന്ന ഒരു കാഴ്ച ഉണ്ടായത്. അതായത് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ പോലും അവിടെയുള്ള നാട്ടുകാരോട് വലിയ തോതിൽ ഇനിയും വരും, കൊലപ്പെടുത്തും എന്നുൾപ്പെടെയുള്ള ഒരു ഭീഷണി മുഴക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കുറ്റവാളിയായ ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ സജിതയുടെയും സുധാകരന്റെയും മക്കളായ 2 പെൺകുട്ടികൾ, ഇവർ അനാഥരാവുകയായിരുന്നു. ഇവർ ഇപ്പോഴും പറയപ്പെടുന്ന ഒരു ആവശ്യം, ചെന്താമര കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പോലും ഇയാൾക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതായിരുന്നു. അതിൽ മറ്റ് മാറ്റങ്ങളൊന്നും സംഭവിക്കരുത്. അതായത് ഇയാൾ പുറത്തിറങ്ങിയാൽ, ജാമ്യത്തിൽ പുറത്തിറങ്ങുകയോ ഏതെങ്കിലും വിധേന പുറത്തിറങ്ങിയാൽ തങ്ങളെ കൊലപ്പെടുത്തുമെന്നുള്ള ഭയത്തിലാണ് ഈ കുട്ടികൾ ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു ഈ ഒരു മക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തത്. സമാനമായ ആവശ്യം തന്നെയാണ് നാട്ടുകാർക്കുമുള്ളത്. ഒരുപക്ഷേ ചെന്താമര എപ്പോഴെങ്കിലും പുറത്തു വന്നാൽ വീണ്ടും ഇങ്ങനെയൊരു സംഭവം ഇവിടെ ആവർത്തിക്കും. ഇയാൾക്ക് നാട്ടുകാരോടൊക്കെ വൈരാഗ്യമാണ് എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ ആളുകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉയരുന്നത്. ശരി, ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പോത്തുണ്ടിയിലെ ഇരട്ട കൊലപാതക കേസിൽ 2 പേരെ കൊന്നു എന്നതാണ് ഇപ്പോഴത്തെ ഈ കേസിന് ആധാരം. ഇതിനു മുൻപ് ഒരാളെ കൊല്ലുന്നു. തൻ്റെ ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ കാരണം അയൽവാസികളാണ് എന്ന ധാരണയിൽ അയൽവാസികളെയെല്ലാം കൊല്ലാനിറങ്ങിത്തിരിച്ച ഒരാൾ, വിട്ടുപോയ ഭാര്യയെയും മകളെയും മകളുടെ ഭർത്താവിനെയും കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാൾ, ഈ കൊലപാതകങ്ങളിൽ കുറ്റബോധമൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരാൾ, കുറ്റം സമ്മതിക്കുന്ന ഒരാൾ, അയാളുടെ കേസിൽ ഇപ്പോൾ 2ാമത്തെ കേസിൽ അയാൾ കുറ്റക്കാരനാണെന്ന് പാലക്കാട്ടെ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്.